പക്ഷേ നമസ്കാരം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ലോക വാർത്ത വരുന്നത് UN പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സെർഗെയ് ലാവ്റോവ് അദ്ദേഹം ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇന്ത്യക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു പ്രസ്താവനയാണ്. സ്ഥിരമായി കാലാകാലങ്ങളായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്ന ഒന്നാണ് UN സെക്യൂരിറ്റി സഭയിൽ ഒരു സ്ഥിര അംഗത്വം എന്നത്. നമുക്കറിയാം, നെഹ്റുവിൻ്റെ ഒക്കെ കാലത്തൊക്കെ ഒരുപക്ഷെ കിട്ടേണ്ടിയിരുന്ന ഒരു സംഗതി കിട്ടിയതാണ്, മണ്ടത്തരമാണ്. അപ്പോൾ അത്തരം മണ്ടത്തരങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വളരെ കരുത്തുറ്റ നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാർ നമുക്കിന്ന് ഭാരതത്തിലുണ്ട് എന്ന് വരുമ്പോൾ ആ ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയെ പൊതുരാജ്യങ്ങൾ, ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യങ്ങളും പ്രതികൂലിക്കുന്ന രാജ്യങ്ങളും ഒക്കെ നോക്കിക്കാണുന്നതൊക്കെ വളരെ രസകരമായിട്ടൊരു സംഗതി. കാലം മാറിയിരിക്കുന്നു. ആഗോള ശക്തിയായിട്ട് ഇന്ത്യ മാറുന്ന ഈ ഒരു കാലാവസ്ഥയിൽ മാഷ് എങ്ങനെയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, ഇനി വല്ലതും ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു പൊതുവേദിയായി UN നിലനിൽക്കണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം വേണം. ഇല്ലാത്തവർക്കൊന്നും ചെയ്യാനില്ല. അറിയാലോ സാർ, സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിൻ്റെ ഒരു പ്രശ്നം, അതിന് വീറ്റോ പവർ ഉണ്ട് അവർക്ക്. എന്ത് തീരുമാനിച്ചാലും ജനറൽ കൗൺസിലിൽ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ 193 മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ അംഗരാജ്യങ്ങളുണ്ട് ഇപ്പോൾ ജനറൽ കൗൺസിൽ. അപ്പോൾ ജനറൽ അസംബ്ലിയിൽ എന്ത് തീരുമാനിച്ചാലും അത് നടപ്പാക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുക ഈ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളാണ്. സത്യം പറഞ്ഞാൽ പ്രഹസനം പോലെയാണ്. പ്രഹസനമാണ്. മാത്രമല്ല ഈ വമ്പന്മാരാ തീരുമാനിക്കുക. ഈ 5 പേര് ആലോചിച്ചു, 5 വമ്പന്മാരാണ്. ഈ 5 വമ്പന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് US-ഉം UK-യുമാണ്. അതെ. പിന്നെ ഒന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യയും ചൈനയും ഉണ്ട്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരകത്തുണ്ട്. പിന്നെ ഒരാൾ ഫ്രാൻസാണ്. കഴിഞ്ഞു. അവർ തീരുമാനിക്കും അന്തിമമായിട്ട്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ വേണം എന്ന് സത്യത്തിൽ അന്ന് എടുത്തൊരു നിലപാടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന കാലത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡി ആയതുകൊണ്ട് അവരോടൊപ്പം ഒരു പ്രതിഷേധം എന്ന നിലയിൽ നെഹ്റു വേണ്ടെന്ന് പറഞ്ഞായിരിക്കും. പക്ഷെ പിന്നെയും പലപ്പോഴും അവസരം വന്നിരുന്നു. അതാരും പിന്നെ കറക്റ്റ് ചെയ്തില്ല. സ്ട്രക്ചർ ഇപ്പോഴും ആ പഴഞ്ചൻ സ്ട്രക്ചർ തന്നെ പഴഞ്ചനാണ്. ഇതിൽ വന്നിട്ടുള്ളൊരു വാദം അതെനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം അതാണ്. ഇദ്ദേഹം ഈ റഷ്യൻ പ്രതിനിധി ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ 80 കൊല്ലമായി കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? 45-ൽ സെക്കൻഡ് വേൾഡ് വാർ സമാപിച്ചപ്പോൾ അന്നത്തെ ലോകഘടന അനുസരിച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്. അന്ന് ശരി ഒരു യൂറോ അമേരിക്കൻ ആയിരുന്നു അന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും അമേരിക്കയും തീരുമാനിച്ച കാര്യങ്ങളായി തീരുമായിരുന്നു. കൂടി വന്നാൽ ഒന്ന് ഫ്രാൻസിനെയും ചേർത്ത് പിടിച്ചാൽ തീരുമായിരുന്നു. ഇപ്പം അങ്ങനെ തീരുമോ ലോകം? മൾട്ടി പോളാർ വേൾഡ് ആയില്ലേ? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അതുകൊണ്ട് 80 കൊല്ലം മുമ്പുണ്ടായിരുന്ന ലോകം മാറി എന്ന് നമ്മൾ എന്താണ് അറിയാത്തത്? 80 കൊല്ലം മുമ്പ് കൊണ്ട് മാറിയ ലോകത്തിനനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഒരു പൊതുസംഘടന മാറിയില്ലെങ്കിൽ അതെങ്ങനെ നിലനിൽക്കും? തീർച്ചയായിട്ടും. മാത്രമല്ല ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തത്. UN ഹാസ് റോൾ അറ്റ് ഓൾ. എവിടെയും റോളും ഇല്ലല്ലോ. ഇപ്പൊ എന്തെല്ലാം, ഇപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കുന്നു ഭാഗത്ത്, ഇപ്പുറത്ത് പലസ്തീനിൽ യുദ്ധം നടക്കുന്നു, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് ഒരു റോളും ഇല്ല. പിന്നെ എന്തിനാ ഒരു പൊതുവേദി? ഒരു നിശബ്ദ കാഴ്ചക്കാരനായിട്ട്, വെറും കാഴ്ചക്കാരനായി നിൽക്കുക. മാത്രമല്ല ലോകരാജ്യങ്ങൾ വലിയ ചെലവും കൊടുത്ത് പോറ്റുന്നൊരു സ്ഥാപനമാണ്. ഇവർക്ക് UN-ലേക്ക് നമ്മുടെ എല്ലാ അംഗരാജ്യങ്ങളും ചെലവ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ലോകത്തിന്റെ ചെലവിൽ ഇങ്ങനെ ഒരു സംഘം എന്തിനാണെന്നുള്ള ചോദ്യം വരും. അതിന് റോൾ ഉണ്ടാവണമെങ്കിൽ ന്യായമായും മാറിയ ലോകത്തിന്റെ മാറിയ മുഖങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം. അഴിച്ചു പണിയണം. പരിഷ്കാരം നിർബന്ധമാണ്, അനിവാര്യമാണ്. തീർച്ചയായിട്ടും ആ അനിവാര്യതയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? തീർച്ചയായിട്ടും അവർ ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ചോദ്യം അതായത്, ഇന്ത്യക്ക് പ്രാതിനിധ്യം കൊടുക്കാത്ത ഒരു പുതിയ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും? മനോഹരമായ ചോദ്യമാണത്, ഗംഭീരമായ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയെ ഗ്ലോബൽ സൗത്തിലെ ശബ്ദം എന്നാണ്. അതെ, സ്ട്രോങ്ങസ്റ്റ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത്. ഭയങ്കര ഗംഭീര ശബ്ദമല്ലേ? ഗംഭീര, നമ്മൾ പറയാതെ തന്നെ നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു, ലോകം തിരിച്ചറിയുന്നു എന്നുള്ളതല്ലേ അത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഗംഭീരമാണ് ആ പ്രയോഗം. ആ പ്രയോഗം മാത്രമല്ല, ഡിമാൻഡും വളരെ ഗംഭീരമാണ്. നാറ്റോയെ അദ്ദേഹം കാര്യമായി വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നാറ്റോക്ക് അത് തന്നെയാണ് അവരുടെ കുഴപ്പം. അതാണ് നാറ്റോ വിമർശിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എല്ലാവരും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഈ പുതിയ ജിയോ പൊളിറ്റിക്സിൽ വലിയ വ്യത്യാസം വരും അവർക്ക്. കാരണം ഇപ്പോൾ ബ്രിക്സ് ഒരു വലിയ കൂട്ടായ്മയായിട്ട് വരികയാണല്ലോ. റഷ്യ ഇത് ഉന്നയിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബ്രിക്സിലാകെ 5 രാജ്യങ്ങളേ ഉള്ളൂ. 5 രാജ്യങ്ങളിൽ 2 ഓൾറെഡി ഉണ്ട് സെക്യൂരിറ്റി കൗൺസിൽ. ചൈനയും ഉണ്ട്, റഷ്യയും ഉണ്ട്. ഇന്ത്യയും കൂടി കയറി വന്നാൽ
കളി മാറി. പ്രബലന്മാരായ 3 രാജ്യങ്ങൾ, 3 രാജ്യങ്ങൾ മൂന്ന് വന്നു. 3 രാജ്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അടുത്ത പോരാട്ടം അവർക്ക് വേണ്ടി നടത്താൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി വോയിസ് വേണം സെക്യൂരിറ്റി കൗൺസിലിൽ. അപ്പോൾ ബ്രിക്സിനെ ഒരു ആഗോള ശക്തിയായി വളർത്തുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് റഷ്യക്ക്. മാത്രമല്ല ഈ 3 രാജ്യങ്ങൾ ചേർന്ന ഒരു അച്ചുതണ്ടിൻ്റെ സാധ്യത അവർ കാണുന്നുണ്ട്. 3 രാജ്യങ്ങൾ ഇതിന് ന്യൂക്ലിയസ് ആണ്. ബ്രിക്സിന്റെ ന്യൂക്ലിയസ് 3 രാജ്യങ്ങളാണ്: ചൈന, ഇന്ത്യ, റഷ്യ. അപ്പോൾ 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ഇടപെടാൻ പറ്റിയാൽ ലോകത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ആ മൂവ്മെൻറ്റ് വളരെ കറക്റ്റാണ്. മറ്റവർക്ക് പേടിയുണ്ട്. ഇപ്പം നാറ്റോ രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. നാറ്റോ ശക്തികളിൽ ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ ബലാബലത്തിൽ നിൽക്കുന്ന റഷ്യയും ചൈനയും ഉള്ളപ്പോൾ ഒരു രാജ്യം കൂടി വന്നാൽ ഈക്വലായി. അതെ, വലിയ അപകടമാണ് സാർ. വലിയ അപകടമാണ്. ചെറിയ അപകടമല്ല. കാരണം 5 പേരാണ് 5 രാജ്യങ്ങളാണ് തീരുമാനം എടുക്കാനുള്ളത്. ആർക്കെങ്കിലും വീറ്റോ ചെയ്യണമെങ്കിൽ ഈ 3 ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ആർക്കും വീറ്റോ ചെയ്യാം. ഇപ്പോൾ ബ്രിട്ടനും ഇപ്പോൾ തൽക്കാലമുള്ള ഒരു സമാധാനം, ബ്രിട്ടനും അമേരിക്കയും നല്ല സുഖത്തിലല്ല. യൂറോപ്യൻ യൂണിയനകത്ത് തന്നെ ബ്രിട്ടനും ഫ്രാൻസും നല്ല സുഖത്തിലല്ല. ആ വിയോജിപ്പാണ് ഇപ്പോൾ ഒരു സൗകര്യം. പക്ഷെ ഒരു യോജിപ്പുണ്ടായാൽ ഇപ്പുറത്ത് 3 ശക്തികൾ തുല്യമായിട്ട് നിന്നാൽ 3-3 ജിയോപൊളിറ്റിക്സ് കളി മാറും. അതാണ് അതിൻ്റെ ഒരു തമാശ. അതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലോകത്ത് മാറുന്ന ലോകത്തിനനുസരിച്ച് ഇന്ത്യക്ക് പ്രാതിനിധ്യം കിട്ടണം. ഇന്ത്യൻ മുഖത്തിൻ്റെ ഒരു വോയിസ്, ഇന്ത്യയുടെ ഒരു വോയിസ്, ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. വലിയ എതിർപ്പുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ത്യ കൊണ്ടുവരുമ്പോൾ ഇവരുടെ മൊത്തം ലോകഘടന തന്നെ മാറുകയല്ലേ. ഈ ലോകത്തിന്റെ ധ്രുവങ്ങൾ മറിയാണ്. ഏകധ്രുവ ലോകം പോയി. പണ്ട് ഇവർക്ക് 2 ധ്രുവങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, സോവിയറ്റ് യൂണിയനും അമേരിക്കയും. അത് പോയിട്ട് ശീതയുദ്ധകാലത്ത് ഏകധ്രുവ ലോകമായിട്ട് മാറി. ഇപ്പോൾ മൾട്ടിപോളാർ വേൾഡാണ്. മൾട്ടിപോളാർ വേൾഡ് ഇവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതാണ് പ്രശ്നം. ലോകത്തിൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് പിടി പോയോ? ലോകത്തിൻ്റെ കണ്ണ് മുഴുവനും ഇപ്പോൾ അമേരിക്കയിലല്ലേ? അത് വിട്ടുപോയോ? അതവരറിയുന്നില്ല. ആളുകൾ മൾട്ടിയാണ് ഇപ്പോൾ കൃത്യമായിട്ട്. ഇപ്പോൾ ചൈന പോലും പറയുന്നത് നിങ്ങൾ ഞങ്ങളെപ്പോലും അല്ല നോക്കേണ്ടത്, പുതിയ ലോകം മാറിയിട്ടുണ്ട്, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കണം. അങ്ങനെയാണ് പല രാജ്യങ്ങളും. നിങ്ങൾ ലാറ്റിൻ അമേരിക്കയെ മറന്നു പോകരുത്, അങ്ങനെ ഒരു ലോകമുണ്ട്. ഇതിൻ്റെ ഒരു ആ പ്രസംഗത്തിൽ മനോഹരമായൊരു കാര്യം പറയുന്നുണ്ട്. എവിടെ ലോകത്തിൻ്റെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങൾക്കും ജനങ്ങൾക്കും എവിടെയാണ് ഈ സെക്യൂരിറ്റി കൗൺസിലിൽ പ്രാതിനിധ്യമുള്ളത്? പറയുന്നൊരു കാര്യമുണ്ട്, പ്രധാനമുണ്ട്. എവിടെ? ആഫ്രിക്ക എവിടെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആഫ്രിക്കയെ? ലോകത്തിലെ ഏറ്റവും വലിയ, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ പോയതിന് ശേഷം ഏഷ്യ അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വൻകര, ആഫ്രിക്കയാണ്. അപ്പോൾ ആഫ്രിക്ക എവിടെ? ലാറ്റിൻ അമേരിക്ക എവിടെ? ബ്രസീലിന് വേണമെന്ന് നിർബന്ധമായും പറയുന്നു. അതാണ്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത നീക്കങ്ങൾ തുടങ്ങും. ഒരു പക്ഷേ അത് അർജന്റീനയ്ക്ക് വേണ്ടിയാവാം. തീർച്ചയായിട്ടും അത് ഒരു പുതിയ നീക്കമാണ്. ആ പുതിയ നീക്കം തീർച്ചയായിട്ടും തേർഡ് വേൾഡ്, 3ാം ലോക രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിരുന്ന ഒരു അപ്പാർത്തീഡ് ഉണ്ടല്ലോ ലോകത്ത്, ഒരു ഗ്ലോബൽ അപ്പാർത്തീഡ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന, അതിനെതിരായിട്ടുള്ള ഒരു വലിയ കലാപം തുടങ്ങി. റഷ്യയാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ചൈന ഒപ്പമുണ്ട്. ഇന്ത്യയെ 2 കൂട്ടരും എൻഡോഴ്സ് ചെയ്യുന്നു. ബ്രസീലിനെ കൂടെ കൂട്ടും. കാരണം ബ്രസീലും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് ബ്രസീലിന് വേണ്ടിയായിരിക്കും ആ നീക്കം. ഇന്ത്യക്ക് വരാൻ കഴിഞ്ഞാൽ ബ്രസീൽ ഉറപ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ബ്രിക്സ് ഈസ് ഈക്വൽ ടു സെക്യൂരിറ്റി കൗൺസിൽ. പിന്നെ സെക്യൂരിറ്റി കൗൺസിലിനോട് പോകാൻ പറയാം. കാരണം എന്താ വെച്ചാൽ തീരുമാനം എടുക്കുന്നുണ്ടോ ഞങ്ങൾ തീരുമാനിക്കും എന്ന അവസ്ഥ വരും. ആഗോള ശബ്ദമായി തന്നെ മാറും. വലിയ മാറ്റം വരും എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും അത് ഗംഭീരമാണ് ആ നീക്കം. ഇന്ത്യക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന നീക്കമാണ്. ഇന്ത്യയുടെ ഭാവിക്ക് വല്ലാതെ സഹായം ചെയ്യുന്ന നീക്കമാണ്. തീർച്ചയായിട്ടും അത് ആ മാറ്റത്തിലേക്ക് തന്നെയാണ് ലോകം പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ഇനി ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് കരുതിക്കൂടാ. നമുക്കങ്ങനെ ആശിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.